മല്ലി മുളകൊക്കെ ഉണക്കി പൊടിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ, പ്രത്യേകിച്ച് മഴക്കാലത്ത്. പിന്നെ ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാനിതെല്ലാം ചെയ്തിട്ടുള്ളത് അഗാരോ ഫുഡ് ഡീഹൈഡ്രേറ്റിലാണ്. ഇതുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ പണികളൊക്കെ ഇതിന് 5 സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേകളാണുള്ളത്. ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ്. ഇതിൻ്റെ കൂടെ യൂസർ മാനുവലും റെസിപ്പി ബുക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്കിത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പം എനിക്ക് ആദ്യം തോന്നിയത് ജിഞ്ചർ പൗഡർ, ഗാർലിക് പൗഡർ, ഓണിയൻ പൗഡർ, അതുപോലെ തന്നെ റേസിൻസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനത് റെഡിയാക്കുമായിരുന്നു. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടി ഒരുമിച്ച് നമ്മൾ ഇതിൽ ഡീഹൈഡ്രേറ്ററിൽ വെക്കരുത്. കാരണം എല്ലാത്തിനും ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ ഒരേ സെയിം ടെമ്പറേച്ചർ ഉള്ളത് മാത്രം ഒരുമിച്ച് വെക്കുക കേട്ടോ. പിന്നെ ജിഞ്ചർ തൊലി കളഞ്ഞിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗാർലിക് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഡീഹൈഡ്രേറ്ററിൽ വെക്കാം. അങ്ങനെ വരുമ്പം പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഇതിൽ ഓട്ടോ ഷട്ട് ഓഫ് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടൈമും നമ്മൾ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്തോളും സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഞാനത് 6 hours ആദ്യം വെച്ചു 50 ഡിഗ്രിയിൽ. ഞാൻ പറഞ്ഞല്ലോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരുമിച്ച് വെക്കരുത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുത്തു ഫ്രൂട്ട്സ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടെ അധികം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് തോന്നിയത് ഈ മല്ലി ഉണക്കുന്ന കേട്ടോ. വെറും 3 മണിക്കൂർ കൊണ്ട് മല്ലി നല്ലോണം ഡ്രൈ ആയി കിട്ടി. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ പരിപാടികൾക്കൊക്കെ ഭയങ്കര എളുപ്പമാണ് നമ്മുടെ ഈ ഒരു അഗാരോ ഫുഡ് ഡീഹൈഡ്രേറ്റ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ. ഇത് കഴുകാനും എളുപ്പമാണ് കേട്ടോ. പെറ്റായിട്ടുള്ള ഒരു ടവൽ കൊണ്ട് ഒന്നും എടുത്ത് തുടച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ ക്ലീൻ ആയി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ വേഗം തന്നെ കമൻസിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.